ആണ്. പക്ഷെ ഇത് എന്ത് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നോൺ വെജ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് അതുമല്ലാതെ കുറെ അധികം ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതുകൊണ്ട് ഇതൊരു നാച്ചുറൽ സോഴ്സ് ആണ്. അത് മാത്രമല്ല ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള നോൺ വെജ് കഴിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനുഭവിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് ഏറ്റവും കൂടുതൽ നമ്മള് ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ B12 ഇതിനെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം, അതായത് ഞരമ്പുകളുടെ ഒക്കെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ വൈറ്റമിൻ B12 നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എനർജി, സെല്ലുലാർ എനർജി ഒക്കെ കൂട്ടാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RBC റെഡ് ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ അത് ഉണ്ടാവാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. അപ്പോ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ആഹാരത്തിലൂടെ കിട്ടുന്ന ഒരു വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വയറിന്റെ ദഹനം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ബോഡിയിലേക്ക് വൈറ്റമിൻ B12 എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ടാവില്ല. കാരണം ദഹനം കറക്റ്റ് ആയാൽ മാത്രമാണ് ഇത് ശരിയാവുള്ളൂ. മറ്റേ എന്താ പറയുക ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെയധികം നല്ലൊരു റെമഡിയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ഒരു സ്പ്രേ ആണ് നമ്മളിത് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഡോസേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവസാനം നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മൾട്ടി വൈറ്റമിൻ എന്ന് പറയുന്നത്. മൾട്ടി വൈറ്റമിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആ പേരിൽ തന്നെ ഉണ്ട് ഒരു കുറെ അധികം വൈറ്റമിൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി വൈറ്റമിൻ എന്ന് പറയുന്നത് അല്ലെ. അത് ശരിക്കും അതിന്റെ ഒരു അഭാവം കൊണ്ട് ഒത്തിരി അധികം ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ന്യൂട്രീഷൻസ് കുറവ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം വരുന്നത് മൾട്ടി വൈറ്റമിന്റെ കുറവ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ആഹാരത്തിലൂടെ കിട്ടേണ്ട ന്യൂട്രിയൻസിന്റെ കുറവ് പരിഹരിക്കാൻ ഈ ഒരു പ്രോഡക്റ്റിന് വളരെയധികം കഴിവുണ്ട്. ശരിക്കും ഓവറോൾ ഹെൽത്തിന് ഈ മൾട്ടി വൈറ്റമിന്റെ ഒരു സ്പ്രേ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ വളർച്ച, പ്രത്യേകിച്ചും എന്താ പറയാ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഈ മൾട്ടി വൈറ്റമിൻ എന്ന് പറയുന്നത്. പിന്നെ ഈ മൾട്ടി വൈറ്റമിന്റെ ഒരു പ്രത്യേകത ഞാൻ അതും നമ്മുടെ ടിവിയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഞാനൊന്ന് സംസാരിക്കാം. പലപ്പോഴും നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ടിവിയിൽ അനുഷ്ക ഷെട്ടി, അതായത് നമ്മുടെ വിരാട് കോഹ്ലി എന്ന് പറയുന്ന 3 വൈറ്റമിൻ ഡെഫിഷ്യൻസി മൾട്ടി വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് ഒരു ക്യാപ്സൂൾ കഴിക്കാനാണ്. അപ്പൊ ശരിക്കും ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ ചുറ്റുപാടുകൾ മാറുന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ടിവി തന്നെ. അവരിപ്പോ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുന്നു അല്ലെ, പ്രോട്ടീനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വൈറ്റമിൻ D യെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, HMB യെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഫൈബറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ഒരു സാധ്യത വളരെ അനന്തമാണ്. കാരണം അത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള വിരാട് കോഹ്ലിയുടെ വൈഫ് നമ്മളോട് പറയുന്നു മൾട്ടി വൈറ്റമിൻ ഡെഫിഷ്യൻസി തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്യാപ്സൂൾ വാങ്ങി കഴിക്കണം എന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ച് അവരത് പറയുന്നത് അവരുടെ വരുമാനത്തിന് വേണ്ടി പറയുന്നു. പക്ഷെ നമ്മളിത് പറയുന്നത് നമ്മുടെ എന്താ പറയാ ആരോഗ്യം, നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം എന്നുള്ള അതിയായ ആഗ്രഹം കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മളിത് വളരെ എന്താ പറയാ സീരിയസ് ആയിട്ട് നമ്മൾ മറ്റുള്ളവർ പറയുന്നത്. അത് പറയുന്നതിന് വേറൊരു ഗുണം കൂടി ഉണ്ട്, അല്ല വേറൊരു പ്രയോജനം കൂടി ഉണ്ട്. ഇത് നമ്മുടെ ആരോഗ്യം കൂടി സംരക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഈ മൾട്ടി വൈറ്റമിൻ സ്പ്രേയുടെ വേറൊരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് കൂടെ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. കാരണം എന്റെ അമ്മയ്ക്ക് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ആൾക്ക് ഡെങ്കിപ്പനി വന്നിരുന്നു. അപ്പൊ പനി വന്ന സമയത്ത് നമ്മൾ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തീരെ വയ്യാണ്ടായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലേന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം അത്രയും ആവശ്യമായി പോയി. ഇപ്പൊ എന്താ പനിയെന്നൊന്നും അറിയില്ല, 2 ദിവസം പനിച്ചു. അപ്പൊ തീരെ എണിക്കാൻ പോലും വയ്യാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കൗണ്ട് കുറവായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കൗണ്ട് കുറവാണ്, തീരെ കുറവാണ്. അപ്പൊ ഇനിയിപ്പോ വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണം, അല്ലാതെ വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ ഒരു വെൽനസ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ചിങ്ങനെ അറിവുകളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് നമ്മൾ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യേണ്ട, അങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല, ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കണം, മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന് മുമ്പുള്ള കുറെ ആളുകളുടെ അനുഭവങ്ങൾ കേട്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞ അസുഖത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അവര് എന്തെങ്കിലുമൊക്കെ തന്ന് നമ്മളെ ഒന്ന് എന്താ പറയാ നമ്മളൊന്ന് ഹാപ്പി ആക്കാൻ ശ്രമിക്കുമെന്നല്ലാതെ
പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഗുണമൊന്നുമില്ല. ഒരാഴ്ചയൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നാലും പ്രത്യേകിച്ച് അങ്ങനെ വലിയ രീതിയിലുള്ള കൗണ്ട് കൂടുതലുള്ള കാര്യങ്ങളൊന്നും ആർക്കും സംഭവിക്കുന്നതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ കേട്ടിട്ടില്ല. അത് മാത്രമല്ല നല്ലൊരു എമൗണ്ട് നമ്മളോട് ഹോസ്പിറ്റലിൽ പേ ചെയ്യുകയും വേണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറോട് പറഞ്ഞു നമുക്ക് വേണ്ട, നമ്മളിത് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നാൽ ഡോക്ടറിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞ കാര്യം, ഇത് കൊണ്ടുപോയാൽ നിങ്ങൾ തിരിച്ചെന്തായാലും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരേണ്ടി വരും, അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഒരു ആത്മവിശ്വാസം വളരെ ശക്തമായതുകൊണ്ട് നമ്മള് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അത്ഭുതമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വൈറ്റമിൻ സപ്ലിമെന്റ് സ്പ്രേ, അപ്പൊ മിക്കവാറും എല്ലാവരും പറയുന്നത് എന്താണ്, ഡെങ്കിപ്പനി വന്ന് കൗണ്ട് കൂടാനായിട്ട് ഫ്രൂട്ട്സ് കഴിക്കണമെന്നാണ്. അത് പല വെറൈറ്റി ഫ്രൂട്ട്സുകളുടെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു, കിവി കഴിക്കണം അല്ലെങ്കിൽ മാതളനാരങ്ങ കഴിക്കണം പറയാറുണ്ട്. അപ്പൊ നമ്മൾ മൾട്ടി വൈറ്റമിൻ എന്ന് പറയുന്നതാണല്ലോ ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മൾട്ടിവൈറ്റമിന്റെ ഒരു സ്പ്രേ മേടിച്ച് നമ്മള് അമ്മയ്ക്ക് കൊടുത്തു. അതുപോലെ തന്നെ CMD 1-2 പ്രൊഡക്റ്റ് കൊടുത്തുണ്ട്, CMD അടക്കം 1-2 പ്രൊഡക്റ്റ് കൊടുത്തു. പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്ത് പ്രൊഡക്റ്റ് കൊടുത്തേക്കാളും ആ സമയത്ത് അമ്മയ്ക്ക് ഉപകാരപ്പെട്ടത് നമ്മുടെ മൾട്ടി വൈറ്റമിന്റെ സ്പ്രേ ആണ്. കാരണം അത് 3 നേരം കറക്റ്റ് ആയിട്ട് സ്പ്രേ ചെയ്തു. ശരിക്കും അതൊരു അത്ഭുതം തന്നെ പറയാം. രണ്ടാമത്തെ ദിവസം ശരിക്കും ആ രണ്ടാമത്തെ ദിവസം നമ്മൾ ചെന്ന് പോകാൻ ടെസ്റ്റ് ചെയ്തില്ല, ആളെ വീട്ടിൽ വിളിച്ച് ബ്ലഡ് എടുത്ത് അത് ചെക്ക് ചെയ്ത സമയത്ത് നല്ല രീതിയിലുള്ള ഒരു കൗണ്ട് കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അത് മാത്രമല്ല പല ആളുകളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പോലും ആഴ്ചകൾക്ക് ശേഷം പോലും കട്ടിലേന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഈ ഒരു മൾട്ടി വൈറ്റമിൻ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കൊണ്ട് തന്നെ സാധാരണ രീതിയിലേക്ക് ഒന്ന് എഴുന്നേറ്റിരിക്കാനും ആളുടെ കാര്യങ്ങൾ ചെയ്യാനും ആ ക്ഷീണമൊക്കെ ഒന്ന് കുറയാനും അത് ആ മെയിൻറ്റെയിൻ ചെയ്ത് പോയപ്പോ അത് സാധിച്ചു എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ്. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ റിലേറ്റീവ്സിലോ ആർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണെന്ന് ഇപ്പോ ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഇപ്പോ ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾക്ക് ശരിക്കും നമ്മുടെ മൾട്ടി വൈറ്റമിൻ ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. റിസൾട്ട് 100% ഗ്യാരണ്ടിയാണ്. കാരണം ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലേ. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ആദ്യം നമ്മൾ ആ ബോട്ടിലൊന്ന് എടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക, നമ്മുടെ നാവ് പൊക്കിയിട്ട് നാവിന്റെ അടിയിൽ ഒന്ന് സ്പ്രേ ചെയ്യുക. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടില് എല്ലാം നമ്മളെല്ലാരും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. ഇത് 3 ഉണ്ട്. നമുക്ക് വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ D ഉണ്ട്. മൾട്ടി വൈറ്റമിൻ മാത്രം ഇല്ല, അത് തീർന്നു പോയതുകൊണ്ടാണ്. അപ്പൊ ഇത് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്യാം, നാവ് ഇങ്ങനെ പൊക്കുക, ജസ്റ്റ് ഒരു സ്പ്രേ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അത് മാത്രമല്ല വളരെ ടേസ്റ്റിയാണ്. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക. വെള്ളം മാത്രമല്ല വേറൊരു സാധനങ്ങൾ നമ്മൾ കഴിക്കാനോ കുടിക്കാതോ ഇരിക്കുക. അത് നമ്മുടെ ശരീരത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ കാണിക്കുക. അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് ഇങ്ങനെയാണ്. മൾട്ടി വൈറ്റമിന്റെ റേറ്റ് വരുന്നത് 625 ആണ്. MRP വരുന്നത്, അതിന് DP പ്രൈസ് വരുന്നത് 540 ആണ്. PV നമുക്ക് കിട്ടുന്നത് 18 PV ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ MRP എന്ന് പറയുന്നത് 560 രൂപയാണ്. അത് നമുക്ക് നമ്മുടെ DP പ്രൈസ് നമുക്ക് കിട്ടുമ്പോൾ 450 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ B12 625 ആണ് അതിന്റെ MRP. നമ്മുടെ DP പ്രൈസ് എന്ന് പറയുന്നത് 540 രൂപയാണ്. 18 ആണ് അതിന്റെ PV നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ C 560 ആണ് അതിന്റെ MRP എന്ന് പറയുന്നത്. 480 രൂപയ്ക്ക് നമുക്ക് DP പ്രൈസിൽ കിട്ടുന്നുണ്ടാവും. 16 PV ആണ് നമുക്ക് അത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഓക്കെ, പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കേട്ടു, എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ ചെറുതായിട്ടാണെങ്കിലും അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിനോട് നന്ദി പറയും. കാരണം അത്രയെങ്കിലും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചല്ലോ എന്നുള്ളൊരു ചാരിതാർത്ഥ്യം അല്ലെങ്കിൽ ഒരു നന്ദി ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ മിറാക്കിൾ മോർണിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. നമ്മൾ കുറച്ച് നാളായിട്ട് ചിലപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും, ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വന്ന ആളുകളുണ്ടാവും, പ്രോഡക്റ്റിനെ പറ്റി പഠിക്കുന്ന ആളുകളുണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരോഗ്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ആരോഗ്യം. നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊന്നും എന്താ പറയാ മെഡിസിനൽ കണ്ടന്റ് പോയിട്ട് എന്താ പറയാ ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, ഒരുപാട്
ഒരുപാടധികം ടോക്സിൻസ് അല്ലെങ്കിൽ ഒരുപാടധികം വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമ്മുടെ ഈ വെൽനസ് പ്രോഡക്റ്റിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അറിയാം, നമുക്ക് മുന്നോട്ടുള്ള ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു അനന്തമായ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് വെൽനസ് എന്ന് പറയുന്നത്. ലോകത്തിൽ ഇനി ഒരുപാട് മില്യനേഴ്സിനെയും ട്രില്യനേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കമ്പനിയിൽ നമ്മൾ എത്തപ്പെട്ടു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്, ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.